ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ സെക്ടർ പെർഫോമൻസ് നോക്കാം. സോ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഓൾമോസ്റ്റ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു എക്സെപ്റ്റ് PSU ബാങ്ക്. PSU ബാങ്കിൽ മാത്രമാണ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ക്ലോസിംഗ് ഉള്ളത്. ടോപ്പ് സെക്ടർ മീഡിയ ആണ്. സെക്കൻഡ് വൺ ഈസ് പ്രൈവറ്റ് ബാങ്ക്. തേർഡ് വൺ ഈസ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്. സോ മീഡിയ സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. സൺ TV, PVR INOX, ഡിഷ് TV, സീൽ, നെറ്റ്വർക്ക് 18 എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ബ്രോഡർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി സ്മോൾ ക്യാപ്, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എല്ലാം തന്നെ ഗ്രീൻ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓവർവ്യൂ നോക്കാം. ഈ ഒരു സ്റ്റോക്കിൽ RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. BV ഇംപ്രൂവ് ആവുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 8 ക്വാർട്ടർ. സോ കണ്ടിന്യൂസ് ആയിട്ട് 8 ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട്. ROC ഇംപ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 ഇയർ. ഹൈ മൊമെന്റം സ്കോറുള്ള ഒരു സ്റ്റോക്കാണിത്. പെഗ് റേഷ്യോ ലോ ആണ്. 30-day SMA ക്രോസ് ഓവർ ചെയ്തു. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, അതേപോലെ പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52 വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 monthsലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ്. സോ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് തന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സ്റ്റോക്കിന്റെ പേര് CSB ബാങ്ക് ആണ്. CSB ബാങ്ക് നോക്കുകയാണെങ്കിൽ അവൈറ്റ് ടേൺ അറൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ലൈറ്റ്ലി ലോ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം വാല്യുവേഷൻ. മൊമെന്റം, ടെക്നിക്കൽ മൊമെന്റം 56 ആണ്. സോ എബോവ് ആവറേജ് ആണ് ഇതിന്റെ ടെക്നിക്കൽ സ്കോർ. സോ CSBയുടെ ഡെയിലി ചാർട്ടിൽ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റീസെന്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 380.6 ആണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇതിനെ കൺസിഡർ ചെയ്യാം. CSB ബാങ്ക് 2 ടാർഗറ്റ് പ്രതീക്ഷിക്കാം. 397 ആൻഡ് 409. 397 ഷോർട്ട് ടൈം ടാർഗറ്റ് ആൻഡ് 409 ഒരു മീഡിയം ടൈം ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 360 ആയിരിക്കും. 360 ഡെയിലി ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് ആക്കേണ്ടത്. സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. സ്റ്റോക്കിന്റെ പേര് വൺസ് അഗൈൻ CSB ബാങ്ക് ലിമിറ്റഡ്. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ഇൻഡസ് ടവേഴ്സ് ആണ്. ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡ് 15 minutes ചാർട്ട്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേ സ്ട്രോങ് ക്ലോസിംഗ് ആയിരുന്നു ഇൻഡസ് ടവർ. സോ എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബൗൺസ് ചെയ്തിട്ടുണ്ട്. 353.2 ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും. 3 പോയിന്റിന്റെ ടാർഗറ്റ് 356.2 വരെ ആയിരിക്കും ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 349 ആണ്. 349 ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 3 പോയിന്റ്സിന്റെ ടാർഗറ്റ് ഇൻഡസ് ടവേഴ്സിൽ. IIFL റീസെന്റ് പറഞ്ഞ നമ്മുടെ ഇൻട്രാഡേ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. IIFL ചാർട്ടിലേക്ക് പോകാം. IIFL ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 15 minutes ചാർട്ടിൽ എക്സാക്ട്ലി ഒരു ഇൻവേഴ്സ് HNS ഫോർമേഷൻ ആണ്. സോ 455 ബ്രേക്ക്ഔട്ട് ലെവലായിരിക്കും. 455.5 455.5 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സ് 4 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 447 ആണ്. 447 ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും IIFL. PGEL ആണ്. PG ഇലക്ട്രോ പ്ലാസ്റ്റ് ലിമിറ്റഡ്. PGEL ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. 513.2 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. 513.2 ബ്രേക്ക് ചെയ്താൽ 5 പോയിന്റ്സ് 5 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 506 ആണ്. 506 ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും PGEL. ടാറ്റ ടെക്നോളജീസ് ആണ് അടുത്ത്. ടാറ്റ ടെക് സ്ട്രോങ് മൊമെന്റം ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. എക്സാക്ട്ലി ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നല്ലൊരു മൊമെന്റം ടാറ്റ ടെക്കിൽ ഉണ്ടായിരുന്നു. സോ 693 ബ്രേക്ക്ഔട്ട് ലെവൽ വാച്ച് ചെയ്യാം. 693.2 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ.
ടാർഗറ്റ് ആയിട്ട് 6 പോയിന്റ്സ്, 6 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 687 ആണ്. 687 ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം ടാറ്റ ടെക്നോളജീസിൽ. ഇൻട്രാഡേ പിക്സിൽ ലാസ്റ്റ് വൺ ഈസ് HDFC ലൈഫ് ലിമിറ്റഡ്. HDFC ലൈഫ് ആണ്. HDFC ലൈഫില് പ്രൈസ് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഫോളിംഗ് ആയിരുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിവേഴ്സൽ സ്ട്രക്ചർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ 767 ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. 767 ബ്രേക്ക് ചെയ്താൽ 7 പോയിന്റ്സ്, 7 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 760 ആണ്. 760 ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 7 പോയിന്റിന്റെ ടാർഗറ്റ് ആയിരിക്കും HDFC ലൈഫ് ഇൻഷുറൻസ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ. Wow.